യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് പ്രിയ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. യൂട്യൂബിൽ 2019 ആദ്യമായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ഞാൻ കുറേ വർഷങ്ങളായി US ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാൻ 2019 വരെ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മിനിസ്ട്രിയിൽ. ഞാൻ എക്സാമും IELTS-ഉം RN എക്സാമും ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറേ റിട്രോഗ്രേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് US പോകാനുള്ള താമസം നേരിട്ടു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം പെട്ടെന്ന് സ്റ്റാർട്ട് ആവുകയും 2022 ഞാൻ സൗദിയിൽ നിന്ന് മെയിൽ നിർത്തി വന്നു. കൃത്യം 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് US പോകാനുള്ള കൃപ മാതാവ് എനിക്ക് നേടിത്തന്നു. ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാത്രമാണ്, ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് പ്യുവർ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് US പോകാനുള്ളത് മാതാ പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നു. അതുപോലെ തന്നെ 22 സെപ്റ്റംബർ 2 ഞാൻ US എത്തുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ ജോലിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് കുറച്ച് എല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിവുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. എനിക്ക് എൻ്റെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ചാർജ് നേഴ്സ് എനിക്ക് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഞാൻ ചെയ്തതിനെ കുറ്റം പറയുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ 24 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ പോയി ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം ഞാൻ കൃത്യമായി ഉപയോഗിച്ചു. എൻ്റെ ജോലി സ്ഥലത്തും ഞാൻ അത് കൊണ്ടുപോയി ഇട്ടു. അതിൻ്റെ ഫലമായി HR-ഉമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ആ ചാർജ് നേഴ്സ്. അതുകൊണ്ട് ആരെന്ത് കംപ്ലയിൻറ്റ് ചെയ്താലും അവരൊന്നും ചെയ്യില്ലായിരുന്നു. അച്ഛനിവിടെ പറയുന്ന പോലെ നിയമങ്ങൾ മാറ്റാൻ കഴിവുള്ള മാതാവ് എനിക്ക് വേണ്ടി ആ HR ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് അവർ ചേഞ്ച് ചെയ്തു. ആ ചാർജ് നേഴ്സിനെ ഡീപ്രൊമോട്ട് ചെയ്തു, അവരെ ഡിസ്മിസ്സും ചെയ്തു. ഇത് മാതാവിൻ്റെ അനുഗ്രഹമല്ലാതെ എനിക്ക് ഒരു ക്രെഡിറ്റും അതിലൊന്നും പറയാൻ തന്നെയില്ല. പിന്നെ ഞാൻ ഈ പ്രാവശ്യം വരുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം ദ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് എനിക്ക് കിട്ടുമെന്ന് മാതാവ് എനിക്ക് 2 ആഴ്ച മുമ്പേ പറഞ്ഞു തന്നിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എനിക്കത് തോന്നും. ഞാനിവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഫലമായി മാതാവിനെ സഹായിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് ദ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി മാതാവ് എനിക്ക് തന്നു. ഇറ്റ്സ് പ്യുവർ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മദർ മേരീസ് ഇൻ്റർവെൻഷൻ. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി കാര്യം, എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ലഭിച്ചു. കാരുണ്യപ്രവൃത്തി, ഞാൻ ചാരിറ്റി അവിടെ ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ മാസം ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കാണാറുണ്ട്. ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ ടൈം വ്യത്യാസമാണെങ്കിൽ കൂടി ഞാൻ സ്ഥിരമായിട്ട് അത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി പള്ളിയിൽ പോകാറുണ്ട്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇനിയും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടായിട്ട് ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും, അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് പ്രിയ എബ്രഹാം മാവേലിക്കര തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, തനിക്ക് UK നേഴ്സായിട്ട് പോകണമെന്നുള്ള വലിയ US തനിക്ക് നേഴ്സായിട്ട് പോകണമെന്നുള്ള വലിയ ആഗ്രഹം തന്നെയായിരുന്നു. അത് ഉടമ്പടി എടുക്കുവാനായിട്ടാണെങ്കിലും അത് തൻ്റെ മെറിറ്റ് കൊണ്ടല്ല തനിക്ക് ലഭിച്ചത്, അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ കൃപയിലാണെന്നുള്ള ബോധ്യത്തിലൂടെയാണ് തനിക്ക് തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ അത് പങ്കുവയ്ക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും
അവിടെ ഉണ്ടായിരുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ ഹെഡ് നേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴും അതിലുണ്ടായിരിക്കുന്ന നിരവധിയായ പോരായ്മകളൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുകയും ചെയ്തത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ തന്നെ ആ ഒരു സെക്ഷനിൽ വലിയ തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലേക്കെയും വിശ്വാസത്തിലേക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടെ നിന്നുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു HR വരികയും അവിടെ പുതിയ കാര്യങ്ങളും പഴയ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ ഇടപെടലിലൂടെ പഴയ ഒരു സമാധാനത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ നല്ല പ്രവൃത്തിയോട് ചേർന്നുകൊണ്ട് അവിടെ ബെസ്റ്റ് നേഴ്സ് എംപ്ലോയായിട്ടുള്ള വലിയൊരു അനുഗ്രഹവും പരിശുദ്ധ അമ്മയിലൂടെയും ഈ നമ്മുടെ പ്രിയ ബ്രാഹ്മന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയും മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.